ഹലോ, വെൽക്കം ടു ജീവൂസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കക്ക ഇറച്ചി ഉലർത്തിയതുമായിട്ടാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ടൊന്ന് പോയി നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മീഡിയം സൈസ് കക്ക വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇനി അതിലോട്ട് വേണ്ട മസാലപ്പൊടികൾ: 2.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്ന് ചെറിയൊരു പാനിലിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്നത്. അതിലോട്ട് വേണ്ടിയിട്ട് 2.5 വലിയ സവാള അരിഞ്ഞതും, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പമുള്ള 1 ഇഞ്ച് കഷ്ണം നീളത്തിൽ അരിഞ്ഞതും, പിന്നെ കറിവേപ്പിലയും. നമ്മൾ കഴുകി വറുത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയെല്ലാം കൂടെ ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് 2 സ്പൂൺ പൊടി ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് 2 സ്പൂൺ മീറ്റ് മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നെമക്കെ ഒപ്പത്തിന് മേളി വരണ്ട, ഒപ്പത്തിന് താഴെ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഞാൻ ആ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് 1 സ്പൂൺ പൊടിയും കൂടി ഇട്ടു കേട്ടോ. അപ്പം മുഴുവൻ വറുത്ത് വെച്ച പൊടിയിൽ 3 സ്പൂൺ പൊടിയും ഇട്ടതേ നമുക്ക് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, ഇളക്കി നോക്കണം അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന്. നമ്മൾ കുക്കറിൽ വെക്കുവാണെങ്കിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ അതങ്ങ് വെന്തോളും കേട്ടോ. ചട്ടിയിൽ വെക്കുന്നത് കാരണമാണ് അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളത്. ഏകദേശം നമ്മുടെ കക്കായിൽ വെള്ളമെല്ലാം പറ്റുമ്പോഴത്തേനും കക്കയിറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കക്കയൊന്ന് വരട്ടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളകും നമ്മുടെ സവാളയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് അധികം കുഴഞ്ഞു പോകാത്ത ഈ പാകത്തിൽ നമ്മുടെ സവാള എത്തുമ്പോൾ നമുക്ക് അതിലോട്ട് കക്ക ഇറച്ചിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരളാൻ അനുവദിക്കാം കേട്ടോ. ചിലർക്ക് കക്ക നന്നായിട്ട് വരണ്ട് ഒന്നിൽ തൊടാതെ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഗ്രേവി പോലെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അത് നമ്മൾ കഴിക്കുന്നത് എന്തിൻ്റെ കൂടെ എന്നുള്ളതിലാണ് ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് കൂടുതൽ വരട്ടിയെടുക്കണമെങ്കിൽ ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനെ കൂടുതൽ വരട്ടിയെടുക്കാം. അല്ല, ഗ്രേവി ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ. എന്തായാലും വാങ്ങാറാകുമ്പോൾ നമ്മുടെ എരിവും ഉപ്പും എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ഒരല്പം കുരുമുളക് ചതച്ചത്, പൊടിയല്ല കേട്ടോ, ഇടിച്ച് ചതച്ച കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് കൂടുതലാണെങ്കിൽ കുരുമുളക് നിങ്ങൾ സൂക്ഷിച്ചിടണം, ആവശ്യത്തിന് ഇട്ടാൽ മാത്രം മതി. ഞാൻ ഒരു ഗ്രേവി പരുവത്തിലാണ് കേട്ടോ ഇവിടെ വാങ്ങുന്നത്. നോക്കിക്കേ, നല്ല കുഴഞ്ഞ് പെരണ്ട് ഇരിക്കുന്ന നമ്മുടെ കക്ക ഉലർത്തിയത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ടേസ്റ്റിലും വില്ലൻ തന്നെ. ഇത് കണ്ടോ, എൻ്റെ കക്ക ഉലർത്തിയത് അത്യാവശ്യം സ്പൈസിയാണ് കേട്ടോ, ടേസ്റ്റിയുമാണ് കേട്ടോ. ഈ ഒരു എരിവിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എരിവ് കുറവ് വേണ്ടവർ അതനുസരിച്ച് പൊടികളും എല്ലാ കാര്യങ്ങളും കുറവിട്ടാൽ മതി. അതുപോലെ കുരുമുളക് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. കൂടുതലായിട്ട് വരണ്ടിട്ടുള്ള ഒരു കക്കയിറച്ചിയുടെ ഉലർത്താണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് വരട്ടിയെടുക്കാവുന്നതാണ്.